the health of all the wild elephants in the Kumangali forest. And for the defeat of the journalist and the health of the Arapapan. ആന വീണ്ടും വന്നു. കാട്ടാണ്. കൊച്ചുദേവരെ നിങ്ങൾക്കെന്താ എത്ര പേടി? സിദ്ധിയുള്ള ആളല്ലേ, ഇപ്പൊ ഓടിച്ചതുമല്ലേ? വലിയ ദേവരെ ആനയുടെ രൂപത്തിൽ വന്നിരിക്കുക. അനിയൻ കുഞ്ഞെ, നീ പോയി നോക്കിയാ മതി. വലിയ ദേവർക്ക് ചെറിയ ദേവരോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ കാണും. അപ്പോ കൊച്ചുദേവർ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ പോകാല്ലേ? നമ്മളവിടെ ചെല്ലുമ്പോ ചിലപ്പോ ആന പോയി കാണുമല്ലേ? ആത്മാർത്ഥമായി പറയുകയാണ്, പല സന്ദർഭങ്ങളിലും ഞാൻ അറിയാതെ എന്നെ കാത്തുരക്ഷിച്ച നീ ഇത്തവണ കൂടി എന്നെ രക്ഷിക്കണം. തിരിച്ചു പോടാ. മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ മരണ പോരാട്ടമാണ്. തിരിച്ചു പോടാ കുട്ടാ, തിരിച്ചു പോ. പോടാ, പോയി കാറിയാറ്. പോടാ. നിന്നോട് ഞാനാ പറഞ്ഞത്, പോകാൻ. പോടാ കുട്ടാ. തെളിയിക്കും, തെളിയിക്കും. കൊള്ളത്തിന് ഞാൻ തെളിയിക്കും. കൊച്ചുദേവരെ പരീക്ഷിക്കരുത്. കൊച്ചുദേവരെ പരീക്ഷിച്ചവരാരും തന്നെ ജീവിച്ചിരുന്നിട്ടില്ല. താമസിക്കാനുള്ള സൗകര്യം തന്നപ്പോ എനിക്കിട്ട് പാര വെക്കുന്നു. പരീക്ഷണം എന്നോട് വേണ്ട. തെളിയിക്കും, തെളിയില്ലെങ്കിൽ തെളിയിക്കും, മഷിയിട്ട് തെളിയിക്കും. മൂപ്പന്നകൾ വേണി. ആന വന്നപ്പോൾ നീ എന്നെ ധ്യാനിച്ചോ? എന്നാൽ നീ ധ്യാനിക്കുന്നതിന് ഇവളെന്നെ ധ്യാനിച്ചു. അനാവശ്യം പറയരുത്, മിണ്ടിപ്പോകരുത്. ഇതുവരെ നിന്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന എന്റെ ആത്മാവാണ്. ഇപ്പോൾ നീ വെറും ശരീരം. ഞാൻ കൊച്ചുദേവർ. സക്സസ്, എവരിതിങ് സക്സസ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ കാട്ടാന പോകുമെന്ന്, ആപത്ത് മാറുമെന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ലേ? മൂപ്പര് സംശയമുണ്ടോ? ഇല്ലേ?
അയ്യോ stupid nonsense. Stupid is your father. You ദേവരെ താങ്ക്സ്. അവര് തന്നതിൽ 100 രൂപ കൂടുതലുണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ. മൂപ്പന്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് ഇങ്ങനെ ആനശല്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്താ കൊച്ചുദേവരെ? കുടിയിലിപ്പോ ഒരു പുതിയ പെണ്ണ് വന്നില്ലേ? ഉവ്വ്. അത് തന്നെ കാരണം. ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങൾ. ചിലർ കയറിയാൽ ചില സ്ഥലം മുടിഞ്ഞു കുത്തുപാളയെടുക്കും. അതോ? പിന്നെ അവൾ ഒരുത്തിയായതിനെല്ലാത്തിനും കാരണം. ഇന്നലെ ഒരാനേ വന്നുള്ളൂ. അല്ല കൊച്ചുദേവരെ, 2. അത് തന്നെ, ഒരാന 2 പ്രാവശ്യം വന്നു. ഇനി അത് 2 ആന 4 തവണയാവും. നാളെയോ മറ്റന്നാളോ ഒരാഴ്ചക്കുള്ളിൽ കാട്ടാന മുഴുവൻ ഇങ്ങോട്ടിറങ്ങും. മൂപ്പൻ എങ്ങോട്ട് പോവും? ഇവിടെ രക്ഷിക്കേണ്ടത് എന്റെ കൂടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ മൂപ്പൻ അവളെ പറഞ്ഞു വിട്ടോണം. കൊച്ചുദേവര് പറഞ്ഞിട്ടല്ലേ അടിയൻ ആ തമ്പ്രാട്ടിയെ ഇവിടെ താമസിപ്പിച്ചത്? അതെ, പക്ഷെ അത് വലിയ ദേവര കൽപ്പനയായിരുന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി തന്നെ ഒരു പ്രാർത്ഥനാ യോഗം വിളിച്ചു കൂട്ടണം. യോഗത്തിൽ വെച്ച് വലിയ ദേവരോട് ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. അദ്ദേഹം അരുൾ ചെയ്യുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാം. കൊച്ചുദേവരുടെ ഇഷ്ടം പോലെ. എന്നാ മൂപ്പൻ ചെന്നാട്ടെ. ഓ അനിയൻ കുഞ്ഞേ, അവളുടെ ഇവിടുത്തെ പൊറുതി ഇന്നത്തേടെ കൊണ്ട്